GVPയുടെ പ്രണയഗാനങ്ങൾ കേൾക്കാൻ ഒരു പ്രത്യേക രസമാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഗാനം സുധാ കൊങ്ക്രയുടെ പരാശക്തി എന്ന പുതിയ മൂവിയിലെ രത്നമാല എന്ന് തുടങ്ങുന്ന ഗാനം. കാര്യം ഈ സോങ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് വന്നത്. പക്ഷേ ഈ സോങ് പ്രത്യേകിച്ച് എന്നാ പറയുന്നത്, നമുക്ക് പ്രേക്ഷകർക്ക് ഒരു റൊമാൻറ്റിക് ട്രാക്ക് എന്ന ഒറ്റയടിക്ക് പറയാൻ പറ്റും. കാര്യം ഈ ആൽബത്തിൽ നേരത്തെ ഇതിനു മുമ്പ് ഒരു പാട്ട് അടിയെ അലേ എന്ന് പറഞ്ഞൊരു സോങ് വന്നായിരുന്നു. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റൊമാൻറ്റിക് ട്രാക്ക് എന്ന് സ്റ്റാൻഡ് അലോൺ ഒരു റൊമാൻറ്റിക് ട്രാക്കായിട്ട് നമുക്ക് ഈ ഗാനത്തെക്കുറിച്ച് എടുത്ത് പറയാം. കാര്യം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിൻ്റെ സോങ് കംപ്ലീറ്റ് ഇത് GVP സോങ്ങാണ്. കാര്യം GVP തന്നെ GVP മ്യൂസിക്കലാണ്. അതുപോലെ തന്നെ GVP തന്നെയാണ് ഇത് പാടിയിരിക്കുന്നത്. കാര്യം ഇത് എടുത്തു പറയേണ്ടത് കാര്യം GVPയുടെ വോയിസ് ടെക്സ്റ്റേഴ്സ്. കാര്യം ഇതിനകത്ത് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഓരോ മോഡുലേഷൻസുകളും അതുപോലെ തന്നെ ഹമ്മിങ്സുകൾ, അതുപോലെ തന്നെ ഒരു വേഴ്സറ്റൈൽ സിംഗിങ്. ഈ സോങ് മൊത്തത്തിലെടുക്കുമ്പോൾ നമുക്കൊരു വേഴ്സറ്റൈലായിട്ട്, പ്രത്യേകിച്ച് റൊമാൻറ്റിക് ട്രാക്സിൻ്റെ എല്ലാ ഫീലും മൂഡും എന്നാൽ അതിൻ്റെ ഒരു റിതമൊക്കെ വന്ന് പ്രേക്ഷകരെ തീർത്തും ഇങ്ങനെ ഒരു ഫ്ലോ പോലെ, ഒരു വാട്ടർ ഫ്ലോ പോലെ നല്ലതായിട്ട് കിട്ടുന്ന രീതിയിൽ നല്ല രീതിയിലാണ് ഈ പാട്ടിങ്ങനെ പോകുന്നത്. കാര്യം ഏറ്റവും വലിയ പ്രത്യേകത GVPയുടെ 100ാമത്തെ ഫിലിമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ശിവകാർത്തികേയനും ശ്രീലീലയാണ്. ശിവകാർത്തികേയൻ്റെ ലുക്ക് ഇതിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ലുക്കാണ്. ശ്രീലീലയായിട്ടുള്ള കോമ്പിനേഷൻ വരുമ്പോൾ അറിയാമല്ലോ. പക്ഷേ ഇതിൻ്റെ ആ ഡാൻസ് കൊറിയോഗ്രഫി ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു കാലഘട്ടം, അതിനകത്ത് ഇവരുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻസ്, അതൊരു ഫീൽ ചെയ്യുന്ന ആ പാട്ടിലൂടെ അതിനെ കുറച്ച് വിഷ്വൽസൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഔട്ടിങ്സ് ആയിട്ട് കിട്ടുന്നുണ്ട്. കാര്യം ഈ പാട്ടിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതിനകത്ത് കോറസ് സെക്ഷൻ, അത് മെയിലും ഫീമെയിലും കോറസ് സെക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബെസ്റ്റാണ്. കാര്യം ഈ സോങ്ങിനെ ഏതൊക്കെ രീതിയിൽ എലവേറ്റ് ചെയ്യാവോ ആ രീതിയിൽ ആ ഒരു പോർഷൻ പ്രത്യേകിച്ച് നമ്മളെ കൊണ്ടുവന്നെത്തിക്കും. കാര്യം അത് നമ്മുടെ ഉള്ളിലേക്ക് എന്നാ പറയുന്നൊരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു പോർഷൻസാണ്. അത് ആ പാട്ടിൽ എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ ശിവകാർത്തികേയൻ്റെ 25ാമത്തെ ഫിലിമാണെന്ന് പറഞ്ഞു. അതുപോലെ ഈ സിനിമയിൽ നമ്മുടെ റാണ ദഗ്ഗുപട്ടിയുണ്ട്, അതുപോലെ തന്നെ രവി മോഹനുണ്ട്. ഇതൊക്കെ ഇരുന്നാൽ പോലും ഈ ഗാനം ആണ് നമ്മളിപ്പോൾ പെട്ടെന്ന് കേട്ടതുകൊണ്ട് എടുത്തു പറയേണ്ടത് രവി കെ ചന്ദ്രൻ്റെ ഫ്രെയിംസുകൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ലല്ലോ. കാര്യം അദ്ദേഹം ഓരോ ഫ്രെയിമിനും കൊടുത്തിരിക്കുന്ന ഭംഗി, പ്രത്യേകിച്ച് ലൈറ്റിങ്സ് ഒക്കെ വരുന്നത്, ഇപ്പോൾ സോങ് എടുത്തിങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ടൊരു വൈബ്രൻറ്റ് ഫീലിംഗ് ആണ് അദ്ദേഹം നമുക്ക് നൽകുന്നത് ആ സോങ്ങിനകത്ത് നിന്ന്. അതുപോലെ തന്നെ ജയശ്രീ മതിമാരനാണ് ഇതിൻ്റെ ലിറിക്സ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, പ്രത്യേകിച്ച് ഇത് പല്ലവിയിൽ നിന്ന് ചരണത്തിലേക്കൊക്കെ വരുമ്പോൾ 2 സ്റ്റാൻസൊക്കെ വരുന്ന ആ ഭാഗമൊക്കെ ഉഗ്രനായിട്ട്, ഇപ്പോൾ താമരയൊക്കെ എഴുതുന്ന ഒരു ഫീല് നമുക്ക് ഈ ട്രാക്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കോസ്റ്റ്യൂം കൈകാര്യം ചെയ്തിരിക്കുന്നത് പൂർണിമയാണ്. കാര്യം ഇതിൻ്റെ ഒരു സ്പെസിഫിസിറ്റിയും റിലയബിലിറ്റിയും കൃത്യമായിട്ട് ആ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്താൻ നമുക്കത് കൃത്യമായിട്ട് ആ പാട്ടിൽ അതിൻ്റെ ഫീല് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സതീഷ് സൂര്യയാണ് ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. അതുപോലെ MR കാർത്തിക് രാജ്കുമാറാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ നിർവഹിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഈ ഗാനത്തിന് ഒരു പരിധിക്ക് മുകളിലുള്ള ഇമ്പാക്റ്റ് തീർച്ചയായും ലഭിക്കും. പണ്ട് നമ്മൾ പറയും ജോൺസൺ മാഷിൻ്റെ പാട്ട് കേൾക്കുവാൻ ഒരു കട്ടൻ ചായയും ഒക്കെ കഴിച്ച് വൈകുന്നേരത്തിരുന്ന് കഴിഞ്ഞാൽ ഒരു ഫീൽ കിട്ടുമെന്ന് പറയും. എന്നാൽ ഇന്ന് ജെൻസി കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മസ്ക ബണ്ണും ഇറാനി ടീയും ഒക്കെ കഴിച്ച് വളരെ സൂപ്പറായിട്ട് ആസ്വദിക്കാവുന്ന GVPയുടെ ഒരു ഗാനമാണ് ഈ രത്നമാല എന്ന് തുടങ്ങുന്ന ഗാനം. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഗാനം ഇഷ്ടപ്പെടും.